രണ്ടാമത്തെ ഖലീഫ ആരാണ്? ലോക സാമ്രാജ്യങ്ങളെ ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയാണ്. സാർ ചക്രവർത്തിമാരുടെ അധികാര പീഠങ്ങളിൽ വെള്ളിടി ഉണ്ടാക്കിയ നേതാവാണ്. പേർഷ്യൻ ഭരണാധികാരികളുടെ കോട്ടകൊത്തളങ്ങളെ നിഷ്പ്രഭമാക്കിയ നേതാവാണ്. റോമിന്റെ അധികാര ദംഷ്ട്രകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച നേതാവാണ്. ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ നിന്നാൽ ആലില പോലെ വിറക്കുന്ന മഹാനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹി നിസ്കാരത്തിൽ ഞാൻ നബി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കാൻ നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ് എന്ന ആയത്തങ്ങ് ഓതുമ്പോ സമിഅതു ശജീജ മിൻഹു, മഹാനവറുകൾ തേങ്ങി കരയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുട്ടികൾ കരഞ്ഞു കരഞ്ഞിട്ട് ശബ്ദം മുട്ടിപ്പോകും. അതിനാണ് അശ്ശജീജ് എന്ന് അറബിയിൽ പറയുക. അതുപോലെ മഹാനവറുകൾ അങ്ങ് കരഞ്ഞു മുട്ടിപ്പോയി. കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന പേടിയാണ്, ഭയമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ എന്റെ വാപ്പയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എവിടെയാണെന്നറിയുമോ? പള്ളിയിൽ ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ്. ഞാൻ അന്ന് മൂന്നാമത്തെ സഫിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്റെ വാപ്പാന്റെ കരച്ചിൽ, പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയുന്ന കരച്ചിൽ എനിക്ക് 3 സഫിന്റെ ബാക്കിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. കാരണം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറിയുമോ സഹോദരങ്ങളെ, ഇതുപോലെയാണ് മഹാന്മാരായ ആളുകൾ. അവരുടെ രാത്രികൾ നിസ്കാരത്തിനാണ്. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങൾ നഹാറു അബീ ഹനീഫത ലിൽ ഇഫാദ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? രാത്രി മുഴുവനും നിസ്കരിക്കാനാണ്. ഹനഫി മദ്ഹബിന്റെ ഇമാമല്ലേ. മഹാനവറുകൾ ഒരായത്തോതിയിട്ട് റബ്ബിന്റെ മുമ്പിൽ ഭയന്ന് ഇശാഇന്റെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ കൈകെട്ടിയ മഹാൻ സുബ്ഹ് വരെ ആയത്തോതി കരഞ്ഞുകൊണ്ട് നിന്നു. മനാഖിബു അബീ ഹനീഫ നോക്കിയാൽ കാണാം. അതുപോലെ കരഞ്ഞുകൊണ്ട് നിന്ന മഹാനാണ് അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ കവിൾത്തടങ്ങളിൽ 2 ചാലുകളാണ്. കാരണം റബ്ബിനെ ഭയന്നിട്ട് കരഞ്ഞതിന്റെ അടയാളമാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയിട്ട് ബോധരഹിതനായി വീണ രംഗം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുഹിബ്ബു സ്വലാത്ത ഫീ കബിദിൽ ലൈൽ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ നിസ്കാരം വലിയ ഇഷ്ടമാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. രാത്രിയുടെ സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത മഹാന്മാരാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ രാത്രി എഴുന്നേറ്റ് അധികം ശബ്ദമുയർത്താതെയാണ് ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ എഴുന്നേറ്റ് പോയി നിസ്കരിക്കാൻ, എന്നാൽ അല്പം ഉറക്കെ ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. ചോദിച്ചു, എന്തേ ഉമർ ഇബ്നുൽ ഖത്താബെ അങ്ങനെ ചെയ്യുന്നത്? ഉടനെ മഹാനവറുകൾ പറയുകയാണ്, ഇന്നി ഊഖിദുൽ വസ്നാന വഅത്റുദു ശൈത്താൻ.
ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണരട്ടെ. അതുപോലെ ഞാൻ എന്റെ വഴിക്ക് വരുന്ന പിശാച് ഖുർആൻ കേട്ടിട്ട് പാഞ്ഞു പോകട്ടെ. അതിനു വേണ്ടിയാണ് ഉറക്കെ ഓതിയിട്ട് നിസ്കരിക്കുന്നതെന്ന് രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ജീവിതം കേവലമായ ഭൗതികമായ ചില അജണ്ടകൾക്ക് വേണ്ടിയുള്ളതല്ല. ഉടമസ്ഥനായ റബ്ബിനോട് ചില രഹസ്യം പറയാനുണ്ട്. അവൻ അറിയുന്നത് പോലെ ലോകത്തൊരു വസ്തുവും വ്യക്തിയും അറിയില്ല. ജല്ല ജലാലായ റബ്ബിന്റെ മുമ്പിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാകാൻ പാടില്ല. ഇന്ന് ഒരുപാട് മുസ്ലിമീങ്ങൾ തെറ്റുകളുടെ നടുവിലാണ്. അവർക്ക് ഭൗതികമായ വിചാരങ്ങളെ ഉള്ളൂ, ആത്മീയമായ വിചാരങ്ങളില്ലാതെ പോവുകയാണ്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി എന്താണ്? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഭയന്ന് ജീവിച്ച മഹാന്മാരാണ്. അവരുടെ ജീവിത വഴികളെയാണ് നാം സ്വീകരിക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനവറുകൾ വീട്ടുതടങ്കലിലാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ ഛിദ്രത ഉണ്ടാക്കാൻ വന്ന ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അതാ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ മഹാനവറുകൾ അവിടുന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല, നിസ്കാരത്തിലാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ധാടിയിലേക്ക് ഒരു പറ്റം ആളുകൾ വന്ന് പിടിക്കുകയാണ്. സ്വഹാബികളുടെ മക്കളിൽപ്പെട്ട ആളുകളാണ്. തെറ്റിദ്ധാരണ കൊണ്ട് വന്നുപോയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ രാജ്യത്തിന്റെ ഖലീഫയാണ്. വേണമെങ്കിൽ മിലിറ്ററിയോട് ഓർഡർ ഇട്ടാൽ ഇവിടെ യുദ്ധം നടത്താവുന്നതാണ്. നിരവധി സ്വഹാബികൾ അങ്ങനെ ചോദിച്ചു എന്ന് മുഹമ്മദ് സ്വല്ലാബിയുടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ താരീഖ് എഴുതുമ്പോൾ പറയുന്നുണ്ട്. അൽ ബിദായ വന്നിഹായിലും വായിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വാപ്പ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ഈ മുഖത്ത് ചുംബനം തരുമായിരുന്നു. നീ എന്റെ താടിക്ക് പിടിക്കാൻ വന്നുപോയോ? അപ്പോഴാണ് തെറ്റു മനസ്സിലാക്കിയ സ്വഹാബി കുട്ടികൾ പശ്ചാത്തപിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. പക്ഷേ ആളുകൾ വധിച്ചു കളയുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിലുള്ളത് ഖുർആനാണ്. അവിടുത്തെ കഴുത്തിലേക്ക് എതിരാളികൾ വെട്ടി ആ ശരീരത്തിൽ നിന്ന് രക്തം വന്നു വീണത് ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ ബസീർ എന്ന ആയത്തിലേക്കാണ്, തുറന്നു വെച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലേക്കാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ രക്തം വന്ന് വീഴുന്നത്. ഷഹീദുൽ ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതാവസാനം വരെ ഖുർആനിനോടാണ്. മഹാന്മാരുടെ ജീവിതം സീറത്ത് ബി ഖുർആനി ഹേ, ഓ സൂറത്ത് ബി ഖുർആനി ഹേ. അവരുടെ ഭാവം ഖുർആനിൻ്റെതാണ്, അവരുടെ ഭാഷ ഖുർആനിൻ്റെതാണ്, അവരുടെതെല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. മഹാന്മാരുടെ ജീവിതാവസാനം വരെ റബ്ബിനോടുള്ള ബന്ധമാണ്. ചെറുപ്പക്കാരാ, നിന്റെ യുവത്വത്തിന്റെ നെകളിപ്പ് നാളെ അവസാനിച്ചു പോകും. ഞാൻ ഈ നാട്ടിലെ വലിയ കൊമ്പനാണ്, ആരാടാ ചോദിക്കാൻ? എടാ, റബ്ബിന്റെ മുമ്പിൽ ഒരു ഈച്ചയുടെ ചിറകിന്റെ വില നിനക്കില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ? ഒരു ഈച്ചയുടെ ചിറകിന്റെ വാല്യൂ എങ്ങാനും ഈ ദുനിയാവിന് അല്ലാഹു നൽകിയിരുന്നെങ്കിൽ
അള്ളാഹുവിനെ ആരാധിക്കാത്തവർക്ക് വെള്ളം കൊടുക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കള്ളു കുടിച്ചാലും പെണ്ണു പിടിച്ചാലും സിനിമ കണ്ടാലും തോന്നിവാസം ചെയ്താലും ഒക്കെ ഇവിടുന്ന് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത് റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ്. പക്ഷേ അവന്റെ നിയന്ത്രണത്തിന്റെ ലോകം അഥവാ അവൻ പരിപൂർണമായും നിങ്ങളെ വിചാരണ ചെയ്യുന്ന ലോകം വന്നാൽ അവിടെ രക്ഷയില്ല. പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടാൽ നിന്റെ ജാടയില്ല, നിന്റെ ഭൗതികതയില്ല, നിന്റെ അധികാരമില്ല. അതുകൊണ്ട് മോനെ, നീ യാഥാർത്ഥ്യബോധമുള്ളവനാകണം. നീ കേവലമായ ഡമ്പുകളുടെ പിന്നിൽ പോകാൻ പാടില്ല. അള്ളാഹു വിജയിപ്പിക്കാൻ തീരുമാനിച്ചതിനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. കണ്ടില്ലേ, പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ബദറിനെ ഓർക്കാറുണ്ട്. ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ ബദറിൽ സഹായിച്ചില്ലേ? നിങ്ങൾ ഇന്നും ബദറിലേക്ക് പോയി നോക്കിക്കോ. അതാ ബദരീങ്ങൾ വിശ്രമിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോ ജുഹ്ഫയുടെ റൂട്ടിലേക്ക് വണ്ടി വിട്ട് വരുമ്പോ നല്ല വെള്ള മണൽ പുതച്ച ഒരു മലയവിടെ കാണാം. ആ ഭാഗത്തുകൂടിയാണ് മലായികത്ത് സഹായത്തിന് വേണ്ടി ഇറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ സഹായിക്കാൻ ഇറങ്ങി മലക്കുകൾ വരികയാണ്. കാരണം ന്യൂനപക്ഷമാണ്, ഭക്ഷണമില്ല, പട്ടിണിയാണ്, ആയുധമില്ല, വാഹനമില്ല, ഒന്നുമില്ല. കേവലമായ അധികാരമല്ല, അൽ ഈമാനു ബില്ലാഹ്. കണ്ടില്ലേ, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് തഫ്സീർ പറഞ്ഞ മഹാനാണ്. അതാ നിസ്കാരത്തിൽ അതീവ ശ്രദ്ധയുള്ള മഹാനാണ്. ആ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വലിയ അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ കിട്ടി. അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. ആ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു നിലകൊണ്ടപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് തോന്നി, എടാ, ഞാനിങ്ങനെ വലിയ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നിട്ട് പണ്ഡിതന്മാരുടെ പിന്നിൽ ജനങ്ങൾ പോയാ പറ്റൂല. അതുകൊണ്ട് ഈ പണ്ഡിതനെ ഒന്ന് പിടിച്ചു കെട്ടണം. സഈദ് ബിൻ ജുബൈർ തങ്ങളെ പിടിക്കാൻ വിട്ടു. പട്ടാളത്തിന്റെ ഒരു റെജിമെന്റിനെ മുഴുവനും വിടുകയാണ്. പക്ഷേ ഈ പട്ടാളക്കാർക്കറിയില്ല ആരാണ് സഈദ് ബിൻ ജുബൈർ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ല. പോകുന്ന വഴിയിൽ ഒരു ക്രൈസ്തവ പാതിരിയുണ്ട്. അയാളോട് ചോദിച്ചു, സഈദ് ബിൻ ജുബൈർ നിങ്ങൾക്കറിയുമോ? ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ പറഞ്ഞു കൊടുത്തു. സഈദ് ബിൻ ജുബൈർ തങ്ങളെ പിടിച്ചു. അതാ ചെന്ന് കാണുമ്പോൾ അവർക്ക് പിടിക്കാൻ തോന്നുന്നില്ല. നല്ല വിനീതമായ ഭാവമുള്ള നേതാവാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അവർ ചെന്നു. മഹാനവറുകൾ അതാ സുജൂദിൽ കിടക്കുകയാണ്. فوجدوه في صلاته ساجدا يناجي ربه بصوت مسموع. അതാ ബഹുമാനപ്പെട്ടവർ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് സംഭാഷണം നടത്തുകയാണ്. അവര് കാത്തുനിന്നു. ഞങ്ങൾ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ആളുകളാണ്. അയാള് വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വരണേ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ തങ്ങൾക്ക് തോന്നി ഇത് പന്തികേടാണ്. പക്ഷേ രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കുകയല്ലേ, പോകാതിരിക്കാൻ വയ്യ. ഇവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതില്ല, അവരുടെ കൂടെ നടക്കുകയാണ്. പക്ഷേ വിളിക്കാൻ വന്നവര് മുഴുവനും സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ശൈലി കണ്ടപ്പോ സഈദ് ബിൻ ജുബൈർ തങ്ങളുടെ അനുയായികളായി മാറി. രാജകൽപ്പനയാണ്, കൊണ്ടുപോകാതിരിക്കാൻ വയ്യ. നല്ല മനുഷ്യനാണ്, കൊണ്ടുപോകാനും വയ്യ. അതിന്റെ ഇടയിൽ ഇവര് ചോദിച്ചു, എന്തു ചെയ്യാനാണ്? സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറഞ്ഞു, നമ്മൾ പോവുക തന്നെ.
വഴിയിൽ ചെന്നു. നേരത്തെ സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത പാതിരിയുടെ വീട്ടിൽ കയറി. അയാളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ സഈദ് ഇത് തന്നെയല്ലേ? അതേ, സഈദ് ഇത് തന്നെയാണ്. അപ്പോഴാണ് അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് വിചാരിച്ചു. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഇവിടെ തങ്ങാൻ ഈ വീട്ടിൽ ഞാൻ താമസിക്കൂല. ഇതൊരു ബഹുദൈവാരാധകന്റെ വീടാണ്. എന്റെ മനസ്സിന് സന്തോഷമില്ല, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നില്ല, ഇതിന്റെ മുറ്റത്ത് നിന്നോളാം.